ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപൻ. ആരുടെ ഓഫീസറാണ് അയാൾ? റോമൻ ഓഫീസറാണ്. റോമൻ ഓഫീസർ ആരാണ്? യഹൂദനല്ലാത്ത യഹൂദർക്ക് വിജാതീയനായ റോമൻ ഓഫീസറിൻ്റെ ഭൃത്യനാണ് അസുഖം ബാധിച്ച് കിടക്കുന്നത്. അപ്പോഴേ ശതാധിപന് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരാവുന്നതിന് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തൊരു എളിമയോടെയാണ് മനുഷ്യൻ പറയണത്. അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്ത് മുമ്പിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കാര്യം ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറണം. പല ആൾക്കാർക്കും വരുന്ന അനുഭവങ്ങൾ എന്താ വെച്ചാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറുന്നില്ല. ഇപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ വാതിക്ക് പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകണമെങ്കിലും ദേവാലയം കണ്ടാൽ പാഞ്ഞു പോകുന്നു. ചിലപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. പക്ഷെ ആ സ്പീഡിൽ തന്നെ വന്ന് തല ഒടിച്ചിടും അവിടെ. എന്താ കാര്യം? അതിൽ ഈശോ ഇരിപ്പുണ്ടെന്നൊരു ബോധമാണ്. വിശ്വാസമെന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാളുപരി പ്രഖ്യാപനം പിന്നീട് വരുന്നതാണ്. പക്ഷെ ആദ്യം വരേണ്ടത് ബോധമാണ്. ബോധം ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം വന്നാൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശതാധിപന് ഭയങ്കര ബോധമാണ് ഈശോയെക്കുറിച്ച്. അയാൾ എന്താ പറയണത്? അയാൾ പറയുന്നത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് സംഭവം. ശതാധിപൻ തിരിച്ചു വരിക ഭൃത്യന്മാരുടെ പുറകെ അയാൾ എത്തുകയാണ് ഈശോയുടെ അടുത്ത്. പക്ഷേ ആ എത്തലൊരു വല്ലാത്തൊരു എത്തലായിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ വാക്കുകൾ ഭയങ്കരമാണ്. എന്താണ്? കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട. പിന്നെന്താ പറയണത്? അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് സംഭവം. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എൻ്റെ മക്കളെ, ഇത് പറയണതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഇതിന് ഒരു അഭിഷേക ലെവലുണ്ട്. അയാൾ അങ്ങനത്തെ പറഞ്ഞതാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്ത് പറ്റും? എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പിന്നെ അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്. അധികാരത്തിന് വിധേയനാണ്. സീസറിൻ്റെ കീഴിലുള്ള ഓഫീസറാണ്. തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. പക്ഷേ ഒരാളോട് പോകാൻ പറയുമ്പോൾ അയാൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു. എല്ലാം എൻ്റെ ഒരു കൺകോണിൻ്റെ കൽപ്പനയിലാണ് ഞാൻ ഇവിടെ അത്രയും അധികാരം ജീവിക്കുകയാണ്. പക്ഷേ നീ ഇത്രയും പൊസിഷൻ എനിക്കുണ്ട്. പക്ഷേ അതൊന്നും ഒരു കഥയില്ല നിൻ്റെ മുമ്പിൽ വരുമ്പോൾ. ഇങ്ങനെ വല്ലാത്ത ഒരു എളിമയും വിനയത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു തരം പ്രഖ്യാപനമാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയണത് മാത്രമല്ല, അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന അതിൻ്റെ എക്സ്പ്രഷനില്ലേ, ആരാധ്യമായ അവിടുത്തെ തിരുസന്നിധിയും മാലാഖമാര് പോലും ഭയന്ന് വിറക്കുന്ന തിരുസന്നിധിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന അഡ്ഹിയറൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കല്ല. അത് ഒരു ബോഡി ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഓരോ നേർച്ചപ്പാടുകളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നിരങ്ങി വരും, ചിലർ ഉരുണ്ട് വരും, ചിലർ മുട്ടയും അടിച്ച് നടക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അത് ഒരു വലിയ ചീത്താണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ
പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കും. ബൈബിളെന്ന് പറയണത് എങ്ങനെ പെട്ടെന്ന് ദൈവത്തെ അനുഭവിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും വലിയ പുസ്തകമാണ്. എങ്ങനെ ദൈവത്തെ എത്ര പെട്ടെന്ന് അനുഭവിക്കാം കർത്താവിനെ കാണുമ്പോഴേ. പക്ഷെ അങ്ങനെയുള്ള ആരാധനയ്ക്കുള്ള ഒരു സമർപ്പണമില്ലേ, അത് നമ്മൾക്ക് അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് അപ്പന്മാർ പറഞ്ഞ അപ്പം പറഞ്ഞ അമ്മ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആചരിച്ചു പോകണം. അതല്ല, നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു അവബോധവും ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ട് നമുക്ക് അഭിഷേകമായിട്ട് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന്. ആ ഒരു അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ലിഫ്റ്റിംഗ്, ഒരു ഫേസ് ലിഫ്റ്റിംഗ് വരണത് നമ്മുടെ വിശ്വാസത്തിന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെക്കാളും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു അനുഭവവും അഭിഷേകവും ആന്തരിക ബോധ്യവും ലഭിക്കാൻ ഞങ്ങളെ ഇപ്പോഴ് ഈ നിമിഷം ആരാധനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്, എന്നെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കട്ടെ കർത്താവേ, ഒരു വാക്കുമതി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന യേശുവേ, ഒരു വാക്കുമതി യേശുവേ, ആരാധന എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. എന്നെ കൂടന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോഴേ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സൊരുങ്ങിയിരുന്ന കുറച്ച് വിഷയങ്ങൾ ഈശോ അങ്ങ് മാറ്റുകയാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലിനെക്കുറിച്ച്, ശതാധിപനെക്കുറിച്ച് അത് ഓൺലൈനിലെ സന്ദേശമായി കയറി വന്ന വചനങ്ങളാണ്. അതാണ് 7:5 ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ശതാധിപൻ്റെ ഒരു വിശ്വാസം. മെയ് 31 ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ ഇമെയിലിൽ സ്വീകരിച്ചു. മെയ് മാസം തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എന്നിൽ വർദ്ധിപ്പിച്ചു തന്നു. മെയ് 31 എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതിനുശേഷം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വിസയും ടിക്കറ്റും റെഡിയാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, അനേകം ചെറുതും വലുതുമായിട്ടുള്ള അനേക അത്ഭുതങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കഴിഞ്ഞ മാർച്ച് മാസം 23-ാം തീയതി എൻ്റെ മോൾക്ക് 1 വയസ്സായി. അവളുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം 2 ദിവസം കൂടെ കഴിഞ്ഞ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും കൂടെ
ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്ത് പുറത്തോട്ട് പോയതാണ്. ഒരു സൈഡ് ഞാൻ ഓടിച്ചു, തിരിച്ചിങ്ങോട്ട് അനിയത്തി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വളവ് വന്നപ്പോൾ ബസ് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നു. അനിയത്തി വളരെ ചെറിയ സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. ബസ് കണ്ടതും അവൾ പെട്ടെന്ന് ടെൻസ്ഡായി ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലോട്ട് കാല് കൊടുത്തു. വണ്ടി, നമ്മൾ ചെറിയൊരു റോഡായിരുന്നത്, ആ റോഡിൻ്റെ താഴേക്ക് നല്ല ആഴമാണ്, പ്ലസ് അതിൻ്റെ താഴേക്കൂടെ ഒരു കനാല് പോകുന്നുണ്ട്, കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ. അപ്പോൾ ഈ വണ്ടി അവിടുന്ന് മലക്കം മറിഞ്ഞ് പോയാൽ നമ്മൾ ആ കനാലിൽ പോകും, പിന്നെ ആരും ഉണ്ടാവത്തുമില്ല. ആക്സിലേറ്ററിൽ കാല് കൊടുത്ത ഈ വണ്ടി എങ്ങനെ ഈ താഴേക്ക് ആരോ വഴി വെട്ടിയിട്ടതുപോലെ ഓടിച്ചിറങ്ങിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവിടെ എങ്ങും ഈ വണ്ടിയെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു മരങ്ങൾ പോലും ഇല്ല. പക്ഷേ ഒരു ചെറിയ മരത്തിൽ ഈ വണ്ടി പോയി ഇടിച്ച് ഒരു സൈഡ് ഇടിച്ച് നിന്നു. ഞങ്ങൾ 3 പേരും അത്ഭുതകരമായിട്ട് ആ വണ്ടിക്കകത്തുനിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ആ വന്ന ബസ് അവർ നിർത്തി വണ്ടിക്കകത്തുനിന്ന് എല്ലാവരും, യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും എല്ലാവരും ഓടി ഇറങ്ങി വരിക. ഞങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയെന്ന് വിചാരിച്ച് അവരൊക്കെ അതിശയിച്ചു പോയി. ഇത് ഓശാന ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അവർക്കൊക്കെ അതിശയമായിപ്പോയി. ഞങ്ങൾക്കാർക്കും ഒരു തലമുടിയിഴ പോലും ഞങ്ങളുടെ ദേഹത്തുനിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് സേഫായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ഇടിച്ചു നിന്ന് ആ ഭാഗത്ത് ഡോറ് തുറക്കാൻ പാടില്ലെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നും സംഭവിച്ചില്ല. ഭയങ്കര വലിയ അനുഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും ഉടമ്പടിയിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ വെഞ്ചരിച്ച കാശുരൂപം ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിൽ കിട്ടിയ അന്ന്, ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഈ കാശുരൂപം അമ്മയെ ഞാൻ കൊണ്ടു നടക്കുന്നത്. കാശുരൂപം കഴുത്തിലിട്ട് ആരെ കണ്ടാലും ഞാൻ ഓർക്കും, എൻ്റെ മനസ്സിൽ എനിക്കൊരു ചിരി വരും, ഓ നമ്മളൊക്കെ ഒരേ ഗ്രൂപ്പാണല്ലോ എന്ന്. ഭയങ്കര സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാൻ എൻ്റെ ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ ഞങ്ങളുടെ കുടുംബത്തിനെ ഇത്രത്തോളം അനുഗ്രഹിച്ച അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെറിയ ചൈൽഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക്, ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ചെറുതായിട്ട് രീതിയിലുള്ള പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും എല്ലാത്തിനും നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അമ്മ മാതാവിനുള്ള അടിയുറച്ച വിശ്വാസത്തിൽ, തിരുക്കുമാരനുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുമെന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. First of all, thank you very much Jesus Christ and Mother Mary for giving me all the blessings and also giving me an opportunity to stand in front of this beautiful crowd and on this blessed altar. My name is Tanuja. I am coming from London, originally from Kochi. So my first and foremost testimonial is about my mom's healing. So my mom is, since childhood I've seen my mom suffering through lots of abdominal issues. For the last 28 years, she's been having constant abdominal cramps, bloating, bleeding, pain. And like I said, now I live in London. So last year I came to Kochi and I took my mom. We came here, we took the covenant back in April 2023 for Easter holidays. And when I went back, my mom also came with me to London to stay with me for 3 months. And while she was with me in London, she was not feeling very well. Again, the same abdominal issues, infections, etc. So I thought it's the normal issues for the last 28 years, and I also thought it's because of the weather changes, because it's so cold in London. But then day by day it got worse. So I took her to the GP over there, and the GP said we need to do a blood test and a stool test. So in the stool test they found some blood samples, traces. So they said we'll have to do a colonoscopy to see if there is any internal bleeding or any other damage for her internal organs. I was afraid because she was supposed to go back on July 30th, and then we got the appointment for July 20th. Only 10 days left for her to come back to Kerala. So I took her, but I was not expecting anything. I was thinking it might be some ulcer or any other, the previous issues, but I didn't expect anything else, anything malignant. So I got the results. I went with mummy for colonoscopy.
We had the colonoscopy. On the same day we got the results, and the doctor said she's got a massive lesion in her colon, which is 4 centimeters big, and it is cancerous. He confirmed it. And in UK, the doctors will say everything on your face, and my poor mom was also there with me, and she couldn't say anything. She was helpless. I started crying. I called my brother's husband, but yeah, what can we do? Obviously, we sent the reports to our friends, family, and other doctors for second and third opinions, and they saw the images and the description, and they also said it's definitely cancer, but nothing else. We were totally shattered and devastated because I lost my dad 7 years ago through prostate cancer, and I only have my mom. And I didn't want the same thing to happen to my mom also. So even though I was a prayerful person, I was not, a deep believer. I do pray for the sake of praying. But that day changed my life. Even though, I was on covenant, I was not doing whatever I was required to do. I took the English papers from here, but I was so shy to give to people. I'm a very shy person, and I was thinking, what would, like everyone like you, I was thinking what everybody would be thinking about me when I'm giving these papers, and I didn't want to lose my friendship and other relationships. But I know that that's a punishment. Because of that, I changed. All of a sudden, it's like a switch, I changed from that. I started, I kept all those 3 months covenant papers. I started distributing it, and I also promised to Mother Mary that I'll be on covenant throughout my life till the end of my last breath. So then I also said, please, Mother Mary, I know I am a sinner. Please, if you think my mom will recover from this illness, can you please go to her, visit her? Anyway, all the doctors confirmed it's cancerous. So by the time she came back to Kochi, and then she went to Amrita Hospital, and the doctor there also said we need to do a second biopsy. By the time we got the first biopsy results, and also the UK doctors ordered immediate and urgent MRI and CT scan to see if the cancer has spread to any other organs. Now the first biopsy came, and the result was inconclusive. That means it's neither negative nor positive. So they didn't know. So in Amrita Hospital, the doctor said, since the first result was inconclusive, we need to do a second biopsy. They did the second biopsy, again inconclusive. Third biopsy, same results. The doctor said, okay, since we can't find any cancer cells, we need to immediately remove the lesion, and we need to do a massive surgery. I only prayed one thing to Mother Mary. You give anything to her, I know that she'll go through that surgery, but what I don't want is chemotherapy and radiation or any cancer related issues for her. And I don't want to hear that word again in my family, because like I said, I lost my dad. So that's only one thing I prayed. Like I prayed, my Mother Mary blessed us. Doctor checked it, they removed it, they did the surgery successfully, they removed the lesion, and they could find 1 to 4 cells inside, deep inside that lesion. However, it was not spread, nothing was there, all the internal organs were intact. Thank you, Mother Mary and Jesus Christ for this first blessing. Secondly, after this, I thought it's because of the stress and tension I took because of my mom's health. I also fell sick. So the doctor did the same kind of test. Unfortunately, they said it's kind of the same kind of symptoms like my mom. So they decided to do a colonoscopy on me. I was again so sad because I saw my mom suffering through all the surgery and all. I'm like, I have a 7-year-old child and I'm all alone, and my husband, so I can't go through all those surgery and all the other issues. I prayed, and as a result of that, my Mother Mary and Jesus Christ blessed me. They checked, doctors did the colonoscopy and found that there is a small polyp but non-cancerous. This is also only through the blessings of Jesus Christ and Mother Mary.
My third testimony is it's all about healings. My today's testimony is only about healings. My third testimony is again about the healing of my husband and my daughter. My husband has been having this chronic cough for the last few years, on and off. So then we thought it's some hay fever, pollen allergy kind of thing. But last April, it became severe. For 4 weeks, he was coughing so constantly that he can't even talk or breathe properly. I was so worried. So the doctor again sent him for X-ray and all the other checkups. Been praying very hard. I was applying holy oil, giving him salt and holy honey. So he's been consuming, even though he is against, I was praying hard for him. And I gave him, and because of me, he consumed all of that. And by the grace of God, Mother Mary and Jesus Christ, again, the doctor said, it's just the allergy cough. And from the last 2 weeks, he's not coughing at all. And my daughter again, she had severe tummy issues and tummy pain. And then the doctor said, it is appendicitis and we need to do a surgery. And like I said, she is only 7 years old and I was not very keen on doing surgery for her. I prayed again, applied the holy oil, prayed, and I also said to Mother Mary that I'll testify all these healings in front of you in Kripasanam. And because of that, the next day the doctor did a second ultrasound and concluded that there are no other issues and she doesn't need any surgery. Thank you, Mother Mary. My last but not the least, and as a matter of fact, this is my first blessing which I have received from Kripasanam back in 2022. My mom introduced me to Kripasanam. She used to come here. So in 2022, I took an online covenant just for, my selfishness. I won't say selfishness, it was my dream to work in the British Local Council. So I applied. I've been applying for this from 2019 onwards. Even though I was working in a very good company in London, I wanted to change because of the lots of toxic issues from the management. So I've been applying since 2019. Until 2022, I didn't even get it. I got one interview call, but it never progressed to any interviews. But the moment I took covenant, when I was about to finish on the third month, I got a call from council asking me to come for the interview. Only because of Mother Mary's blessings, I had around 3 rounds of interview. I cleared it, and now I'm working in the British Local Council in London. This is only because of Mother Mary's blessings again. Apart from that, in my spiritual life, like I said, I used to pray, go to church, but the Kripasanam covenant has made a deep impact in my life and my family's life. We are a very busy family, like all of you in London. It's me, my husband and my 7-year-old daughter, and we both are working full time. So busy household, and prayer is always in the back burner for us. Even though we are religious or spiritual, we don't show that much, or we always thought, oh, that's okay if you don't pray. I used to do my personal prayer, but that was my dream for my husband and daughter to join me for prayers. Just the moment I started covenant, my husband, he never prays that much. He started teaching my daughter all the prayers and rosary. And we all started praying. For the last 1.5 years, we 3 are praying every day. How much ever we are busy, we pray every day for half an hour. This is only again because of Mother Mary's blessings. And with regards to other charity, apostolic and missionary works, I take the English papers when I go to London. I take it. I stand in front of the church. In between my office hours, I sometimes go stand in front of the church. I talk to them. I give them to different nationalities. I introduce them. I show them. I Google and show Kripasanam, about Mother Mary here. And I also distribute it among my friends, especially for non-Christians, all the other nationalities.
and I also give all the holy whenever I feel or when somebody asks me for help, I go pray for them. I always share them with my holy salt and holy honey. And also in spiritual life, I also volunteered as a church usher in our London church. Even though we used to go to church, that was, like I said, it was always not a priority. We just do it for the sake of doing. But now, me, my husband and my child goes half an hour early for the mass there. We do all the church work. After church also, we stay there for half an hour, do all the other church works and stay there. This is only because of my Mother Mary's and Jesus Christ blessings.